Okay, ready alle? Shall we start the class? Yes. Okay, take your textbook. Page number 56. Page number 56. Yes. Okay, where did we stop in the last class, Sean? Which question we completed in the last class? D bit ആ ബോക്സ്. D bit box ആണ് നമ്മൾ കഴിഞ്ഞത്. Okay. Next E. Think and discuss with your partner. Share your answers in the class. Okay, first question. Why did the writer offer to pack? What had he intended when he said that he would pack? Writer എന്തുകൊണ്ടാ പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്? What he had intended when he said that he would pack. അദ്ദേഹം പാക്ക് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം ആക്ച്വലി എന്താ മനസ്സിൽ വിചാരിച്ചത്? What he intended. Okay, പറഞ്ഞു, ആൻസർ പറഞ്ഞോ. Why did the writer offer to pack? എന്തുകൊണ്ട് റൈറ്റർ പാക്ക് ചെയ്യാന്ന് പറഞ്ഞത്? The narrator thought he was very good in packing, right? അല്ലേ? നറേറ്റർ എന്താ വിചാരിച്ചത്? നറേറ്റർ തന്നെ വിചാരിച്ചു അല്ലേ, ഞാൻ പാക്ക് ചെയ്യുന്നതിൽ ഞാൻ നന്നായിട്ട് പാക്ക് ചെയ്യും. The narrator thought that he was very good in packing, so he offered to pack. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി അല്ലേ? So he offered to pack. Then next question, what had he intended when he said that he would pack? What he intended was to supervise while Harris and George actually packed. അദ്ദേഹം എന്താ വിചാരിച്ചത് മനസ്സിലായി? What he intended? എന്താ intend ചെയ്തത്? What he intended was to supervise George and Harris അല്ലേ? ജോർജിനെയും ഹാരിസിനെയും സൂപ്പർവൈസ് ചെയ്യാന്നല്ലേ? അല്ലേ, അവര് പാക്ക് ചെയ്യുന്ന സമയത്ത് അവരെ സൂപ്പർവൈസ് ചെയ്യാന്നല്ലേ നമ്മുടെ ആര് വിചാരിച്ചത്? നറേറ്റർ വിചാരിച്ചത്. യെസ്, ദാറ്റ് ഇസ് ദ ആൻസർ. Then which is the second question? Why does the toothbrush haunt the writer when he is traveling? നമ്മുടെ റൈറ്റർ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ടൂത്ത് ബ്രഷ് എങ്ങനെയാ അദ്ദേഹത്തിന് ഹോണ്ട് ചെയ്യുന്നത്? പറഞ്ഞോ. ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളാണ്. അതിന്റെ അർത്ഥം കൂടി ഒന്ന് പറയുമോ? ടൂത്ത് ബ്രഷ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അദ്ദേഹം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ടൂത്ത് ബ്രഷ് എങ്ങനെയാ ശല്യപ്പെടുത്തുന്നത് അല്ലെ ഹോണ്ട് ചെയ്യുന്നത്, എങ്ങനെയാ വേട്ടയാടുന്നത്, നമുക്ക് എങ്ങനെയാണ് അലോസരപ്പെടുന്നത്? Most of the time he would never remember about toothbrush. That is the answer അല്ലേ? While he traveling most of the time he forgot to take his toothbrush. He forgot to pack the toothbrush in his bag. Yes, the toothbrush haunted the narrator because he could never remember whether he had packed it. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവില്ല അല്ലേ, ഈ ടൂത്ത് ബ്രഷ് ഞാൻ ഈ ബാഗിന്റെ ഉള്ളിൽ എടുത്തു വെച്ചോ അതിന് പുറത്താണെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മുടെ ആർക്കും ഓർമ്മയുണ്ടാവില്ല. ആർക്കും ഓർമ്മയുണ്ടാവില്ല? നറേറ്റർക്ക് ഓർമ്മയുണ്ടാവില്ല. യെസ്. Then he would wake up in the middle of the night anxious. ഇത് ടെക്സ്റ്റിലുള്ള പോർഷനാണ് മിസ് വായിക്കുന്നത്. He would wake up in the middle of the night anxious that he hadn't, and then he would unpack his bag, hunting for the toothbrush which would be the last thing to turn up. He would repack it and then forget that he had again. Just before he left his house, he would unpack again and then carry it in his handkerchief. അപ്പൊ എന്താ, രാത്രി ഉറങ്ങുന്ന സമയത്തല്ലേ, ഉറങ്ങുന്നതിന്റെ നടുക്കായാലും പോലെ അദ്ദേഹം എഴുന്നേറ്റിട്ട് ഈ ടൂത്ത് ബ്രഷ് വെച്ച് നോക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് മറവിയായിരിക്കും അല്ലെ, മറന്നു പോയിട്ടുണ്ടാവും ഞാൻ ഈ ടൂത്ത് ബ്രഷ് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് അതെടുത്തിട്ട് ഒരു ഹാൻഡ് കർച്ചീഫ് ചുരുട്ടിട്ട് കീശയിൽ വെക്കും. എന്നാ പിന്നെ ഓർമ്മ എന്താ, ഹാൻഡ് കർച്ചീഫ് നോക്കിയാൽ മതിയല്ലോ ടൂത്ത് ബ്രഷ് എവിടെ ഉണ്ടോന്ന്. ഈ ബാഗ് ഓപ്പൺ ചെയ്തോണ്ടിരിക്കണ്ടല്ലോ. ഓക്കെ, ആൻസർ കിട്ടിയില്ലേ? He could never remember whether the toothbrush had in the bag. അപ്പൊ ഞാൻ നോട്ട് എഴുതിപ്പിക്കുന്നില്ല, നോക്കട്ടെ. ഇതെടുത്ത് തീർന്നിട്ട് നമുക്ക് ആദ്യത്തെ ഈ 2 പേജ് തീർന്നിട്ട് നമുക്ക് ഗ്രാമർ ആണ് ഇനി പഠിക്കാനുള്ളത്. അത് തീർന്നിട്ട് നമുക്ക് നോട്ട് എഴുതാം അല്ലെ മക്കളെ? യെസ്.
Then F നോക്കിയ critical appreciation. What is your opinion about the three friends? Give 2 reasons to support your answer. What is your opinion about the 3 friends? ആ 3 ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ, അഭിപ്രായം എന്താണ്? Give 2 reasons to support your answer. നിങ്ങളുടെ ആൻസർ സപ്പോർട്ട് ചെയ്യുന്ന 2 കാരണങ്ങൾ പറയാം. Give 2 reasons to support your answer. Okay, പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. The 3 friends are silly and disorganized but very patient. They are described as they are very silly. They are very silly. കാരണം എന്താ? കാരണം എന്താണ്? നമ്മൾക്ക് ഈ ലെസൺ മുഴുവനും മനസ്സിലാവുന്ന കാര്യം അതാണ് അല്ലേ? അല്ലേ? ഒരു ബട്ടർ ഒരു കെറ്റിൽ എടുത്ത് വെക്കാൻ പോലും പറ്റാത്ത കുറച്ച് ആൾക്കാരാണ് ആര്? നമ്മുടെ ജോർജും ഹാരിസും ഒക്കെ അല്ലേ? പിന്നെ ഈ ടൂത്ത് ബ്രഷ് ബാഗിൽ ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഹി ഈസ് വെരി സില്ലി. The 3 friends are silly. Wait. Okay, sorry, where did we stop? Okay, the 3 friends are silly. The second word is they are disorganized. What do you mean by disorganized? ക്രമമില്ലാത്തതാണ് അല്ലേ? അല്ലേ, ഒന്നിനൊരു ചിട്ടയില്ലാത്തതാണ്. They are disorganized but very patient. Patient means what? Patient means ക്ഷമയാണ്, നല്ല ക്ഷമയുള്ളവരാണ് അല്ലേ? അപ്പൊ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? The 3 friends are very silly, disorganized, and they are very patient. They are very patient. They are easygoing and have a sense of humor. The 3 of the friends have sense of humor. നമുക്കിത് വായിക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഹ്യൂമർ ഉള്ള ആൾക്കാരാണ് ഏകദേശം. ഭയങ്കര സീരിയസ് ആയിട്ടല്ലല്ലോ ഈ സ്റ്റോറി പോകുന്നത്, അല്ലല്ലോ? അല്ലല്ലോ, പറ. The tone of the story is a cool and humor അല്ലേ? It has no an angry or serious mode. Yes. They are easygoing and have a sense of humor. Their chaotic manner of packing shows the lack of orders, but also illustrates their easygoing nature, as none of them lost patience and complained about is taking too much time. നോക്കിയേ, അവർ എത്ര സമയം എടുത്തു പാക്ക് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? രാത്രി 12 എത്രയോ വരെ അവർ എന്ത് ചെയ്തു? 12:50 വരെ മറ്റോ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? പാക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഷോസ് ദേ ആർ ഡിസോർഗനൈസ്ഡ്. ഇതെന്താ കാണിക്കുന്നത്? അവർക്കൊരു ക്രമമില്ല, ഒന്നിനൊരു എന്താ ഒന്നും ഓർഗനൈസ് ചെയ്ത് അവർ ചെയ്യുന്നില്ല, ക്രമത്തിൽ അവരൊന്നും ചെയ്യുന്നില്ല അല്ലേ? The packing time lasting too much time അല്ലേ? Takes too much time, took too much time. And but this also illustrates that their easy-going nature and none of them lost patience. നമ്മൾക്കാണെങ്കിൽ ദേഷ്യം വരും അല്ലേ? എന്തെങ്കിലും ഒരു സാധനം പെറുക്കി വെച്ചോണ്ടിരിക്കുമ്പോ ഈ ടൂത്ത് ബ്രഷ് ഇതിലുണ്ടോ ഉണ്ടോ ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇല്ല എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്ത് ബട്ടർ നിലത്ത് വീഴുന്നു അല്ലേ? ബട്ടർ മറിയുന്നു, പിന്നെ പാത്രം കെറ്റില് കാണാതാവുന്നു. ഇതൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ദേഷ്യം വരും അല്ലേ? But none of them lost patience here and they did not complain anything for anyone അല്ലേ? അവരൊന്നിനെ കുറിച്ചും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. മാത്രമല്ല they did not lost patience. അവരുടെ ക്ഷമ അവർക്ക് നശിച്ചിട്ടില്ല. Then the tolerance of Montmorency's behavior also shows their patience. നോക്കാം, ഇനി അവരെല്ലാ സാധനങ്ങളും എടുക്കാൻ പോകുന്ന സമയത്ത് ആരുടെ കയ്യെ മുട്ടിയത്? ആരുടെ തണുത്ത നോസ മുട്ടിയത്? ആരുടെയായിരുന്നു? മോൺമോറൻസിന്റെ ആയിരുന്നു അല്ലേ? അവരെന്തെടുക്കാൻ കൈ നീട്ടിയോ അത് എന്തിലേക്കായിരിക്കും? മോൺമോറൻസിയുടെ മൂക്കിലേക്കായിരിക്കും. The tolerance of Montmorency's behavior also shows their patience. അതും എന്താണ് കാണിക്കുന്നത്? അവരുടെ പേഷ്യൻസ്, ക്ഷമേനെയാണ് കാണിക്കുന്നത് അല്ലേ? അല്ലേ? അവർക്ക് അത്രയും ക്ഷമയുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ആ പട്ടീനെ എടുത്ത് പുറത്തിടും അല്ലേ? ഓ ഈ എന്താ ഇതിനെയും കൊണ്ട്, ഈ പട്ടീനെയും കൊണ്ട് നമുക്ക് ഇത് ഒന്നും ചെയ്യാനാവുന്നില്ല എന്നിട്ട് നമുക്ക് ദേഷ്യം വരും. But here the 3 friends did not feel any irritation by the Montmorency. Then the 3 friends witnessed each other's antics
silently enjoying them. This illustrates their sense of humor. അവരുടെ സെൻസ് ഓഫ് ഹ്യൂമറാണ് നമുക്ക് ഇവിടെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. ദിസ് ഷോസ് their സെൻസ് ഓഫ് ഹ്യൂമർ. എങ്ങനെയാണ്? they are enjoying each other, right? നറേറ്റർ പറയുന്നുണ്ട് ജോർജും ഹാരിസും ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാനത് നോക്കി നിന്നു അല്ലെ. the narrator is enjoying the okay. this shows their sense of humor. that is the answer. നമുക്കത് എപ്പോൾ എഴുതാം? നോട്ടിൽ മിസ് നോട്ട് വാട്സാപ്പിൽ തന്നേക്കാം. ഇപ്പൊ നമുക്ക് എഴുതണ്ട. then second question, Anne-Marie, why are you late in the class? Anne-Maria, did you find the piece amusing or funny? What made it funny? Could this piece have been written in a serious or angry tone? Okay, and the second question, did you find the piece of amusing or funny? Okay, നിങ്ങൾക്ക് എന്ത് തോന്നി ഇത് വായിച്ചപ്പോ? ഇത് ഫണ്ണി ആയിട്ട് തോന്നിയോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ. Did you feel it like that? Do you feel it like that? Is it a funny story? Yes. Obviously it is a funny story. It's not have a serious mode. What made it funny? എന്താണ് ഇതിനെ ഫണ്ണി ആക്കുന്നത്? എന്താണ് ഇതിനെ കോമഡി ആക്കുന്നത്? Could this piece have been written in a serious or angry tone? Angry ടോണിൽ അല്ലെങ്കിൽ എന്താ സീരിയസ് ടോണിലാണോ ഈ കഥ എഴുതിയിരിക്കുന്നത്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? പറഞ്ഞോ. This piece of writing is funny and it also amusing, right? It is funny and amusing because the three friends are entertaining the reader. അല്ലേ? ഈ മൂന്ന് ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? റീഡേഴ്സിനെ, വായനക്കാരെ ചിരിപ്പിക്കുന്നുണ്ട്. This piece of writing, the three friends try to laugh the readers. അല്ലേ? റീഡേഴ്സിനെ ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെയോ they are entertaining us. The story could not be written in an angry or serious tone because the narrator has a sense of humor that does not allow for the tone. Okay, the story has, we already said that the story has a sense of humor and it does not allow the story to make it does not allow the story does not allow for the angry tone. Okay, because it has sense of humor. The narrator has sense of humor. Okay. That is the answer. Next, words in use. Words in use. Words in use നോക്കിയേ. Okay. While speaking or writing, some words are used together frequently. Horrible idea, last moment. Which of these words would you use together? Match the words in the two columns and write the phrases on the blanks. Okay, listen here. Listen. നോക്കിക്കോ. എന്താ ഇവിടെ പറഞ്ഞത്? While speaking or writing, നമ്മൾ വായിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്തോ എഴുതുന്ന സമയത്തോ some words are used together frequently. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചില വേർഡ്സ് ഒരുമിച്ച് യൂസ് ചെയ്യും. Some words are used together frequently. എങ്ങനെയൊക്കെയാണ്? ഹൊറിബിൾ ഐഡിയ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഹൊറിബിൾ ഐഡിയ, ലാസ്റ്റ് മൊമെന്റ് അല്ലെ പറയാറില്ലേ? ഫസ്റ്റ് മൊമെന്റ് എന്ന് പറയാറില്ല. അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? ലാസ്റ്റ് മൊമെന്റ് എന്ന് പറയാറുണ്ട് അല്ലെ. ലാസ്റ്റ് മൊമെന്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താ നമ്മൾ കൂട്ടുന്നത്? ഹൊറിബിൾ ഐഡിയ എന്ന് പറയാറുണ്ട് അല്ലെ. ഗുഡ് ഐഡിയ എന്ന് പറയാറുണ്ട്. അതുപോലെ താഴെ തന്നിരിക്കുന്ന വേർഡ്സിനെ മാച്ച് ചെയ്യാം. ഓക്കെ, താഴെ തന്നിരിക്കുന്ന വേർഡ്സിനെ മാച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ സ്പൈസി, സെക്കൻഡ് വൺ കുക്കിംഗ്, തേർഡ് വൺ കൂൾ, ഫോർത്ത് വൺ മെൽറ്റിംഗ്, ഫിഫ്ത്ത് വൺ ഇൻസ്റ്റന്റ്. In the opposite side we can read coffee, butter, chutney, vessels, drink. Okay, okay, അതൊന്ന് മാച്ച് ചെയ്യാൻ നോക്കിയേ. ആൻമരിയ, ഈ ഫോൺ കയ്യിൽ പിടിക്കരുത് മോളെ, എവിടെയെങ്കിലും സ്റ്റാൻഡ് ചെയ്ത് വെക്ക്. അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോള്.
Okay, first one, spicy. Spicy. Vessels. Vessels എന്ന് പറഞ്ഞാൽ എന്താ പാത്രം അല്ലേ? Spicy chutney. C. First one C ലേക്ക് വരച്ചോ. Spicy chutney. Spicy chutney. Spicy chutney. Second one, cooking. Butter. Cooking vessels. Cooking vessels. Cooking vessels. Next, third one, cool. Drink. 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 Very good. Cool drink. Melting. Coffee. Butter. Butter. Melting coffee. Butter. Melting butter. Last one, instant coffee. Coffee. Yes. Next, H നോക്കിക്കോ, അത് എളുപ്പമാണ്. H നോക്കിയേ. What is wrong with these expressions? Okay. Make correct phrases using the words in the box. താഴെ തന്നിരിക്കുന്ന ബോക്സിലെ വേർഡ്സ് വെച്ചിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഹോട്ട് വെൽക്കം എന്ന് നമ്മൾ പറയാറില്ല അല്ലേ? അതിന് പറയുന്നത് പറയാ വാം വെൽക്കം. ഓക്കെ ഓക്കെ, വാം വെൽക്കം. ഹോട്ട് വെൽക്കം എന്ന് പറയാറില്ല. നെക്സ്റ്റ്, സ്റ്റഡി ഹാൻഡ് ഷേക്ക്. അതിന് പകരം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? എന്ത് വേർഡ് യൂസ് ചെയ്യാം? Big. ബിഗ് ആണോ? Big. Miss vigorous. ചെയ്തു നോക്ക്, ചെയ്യ്, മൊത്തം ചെയ്തോ. ചെയ്തോ. കഴിഞ്ഞോ? ഫസ്റ്റ് വൺ, vigorous handshake. Vigorous handshake. Second one, vigorous handshake. Third one, sad weather. Sad weather എന്ന് പറയുന്നത് എഴുതാം bad weather. We can write there bad weather. Bad weather. Yes. Fourth one, sizable smile. Sizable smile. Okay. Good smile. Big smile. Sizable ആണ്, സൈസ് വലിയതൊന്നുമില്ല അതിന്റെ മീനിങ് നമ്മളുടെ. അപ്പൊ instead of that we can write big smile. Yes. Then fifth one, polite care. Good care. Good care. We can write the good care. Then sixth one, nearby relative. Close relative. Close relative. You can write there close relative. Yes. Understand grammar. Next. Now we are going to learn some grammar here. We are going to discuss degrees of comparison. Degrees of comparison പഠിക്കാൻ പോവാണ് നിങ്ങൾ. വലിയ കുട്ടികളായല്ലേ? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഒക്കെ ഞാൻ കുറച്ചും കൂടി വലുതാകുമ്പോൾ പഠിച്ചു. ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിക്കൊക്കെയാ. നിങ്ങൾ CBSE സിലബസ് ആയതുകൊണ്ടാണ് നിങ്ങൾ സ്പീഡിൽ ഇത് പഠിക്കുന്നത്. നല്ല കാര്യമാണ് ചെറുപ്പത്തിലേ പഠിക്കുന്നത്. ചെറുപ്പത്തിലേ ബേസ് കിട്ടുന്നത് നല്ലതാണ്. അപ്പൊ മിസ്സൊക്കെ പഠിച്ചത് കേരള സിലബസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചപ്പോൾ ഇത് കുറച്ച് സമയം വൈകിപ്പോയി. ഓക്കെ, നിങ്ങൾ പഠിക്കും. നിങ്ങൾ ഇനി ഇംഗ്ലീഷ് എടുത്ത് മെയിൻ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം പഠിക്കും. ഗ്രാമർ നിങ്ങൾക്ക് വേറൊരു പേപ്പർ ആയിട്ട് തന്നെ ഉണ്ടാവും, ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ഗ്രാമർ ഉണ്ടാവും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ. ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സബ്ജക്ട്സ് ഇല്ലേ? സോഷ്യൽ ഉണ്ട്, സയൻസ് ഉണ്ട്, മലയാളം ഉണ്ട്,
ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷ് മാത്രം എടുത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി പഠിക്കേണ്ടി വരും അല്ലെ, ഗ്രാമർ വേറെ തന്നെ പഠിക്കേണ്ടി വരും, നോവൽസ് പഠിക്കേണ്ടി വരും, പ്രീഹിസ്റ്റോറിക് പീരീഡ് പഠിക്കേണ്ടി വരും, 18th സെഞ്ചുറി പഠിക്കേണ്ടി വരും. സെഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. എന്തേ ഷോണേ, ഇംഗ്ലീഷ് എടുക്കുന്നില്ലേ? നല്ല രസാണ് കഥയും പാട്ടൊക്കെ കേട്ടിരിക്കാം നമുക്ക്. ആൻമരിയക്കൊക്കെ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ്, ബിക്കോസ് ഷീ ഈസ് ടാലന്റഡ് ഇൻ മ്യൂസിക്, ആർട്സുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾക്ക് ആൻമരിയക്കൊക്കെ നല്ലതാണ്. എനിക്ക് ബാക്കി ആരുടെയും ടേസ്റ്റ് അറിയില്ല, ആൻമരിയുടെ ടേസ്റ്റും എനിക്ക് അറിയില്ല. ഞാൻ എങ്ങനെ ഒരു മ്യൂസിക്കലായിട്ട് വന്നതുകൊണ്ട് പറഞ്ഞതാ. വാട്ട്സ് യുവർ അംബിഷൻ ആൻമരിയ? ഡോക്ടർ. അപ്പൊ ഈ വഴിക്കേ ഇല്ല അവള്. നെക്സ്റ്റ് ഷോൺ. സാർ. എന്താ, ടീച്ചർ ആവാനാണ് ആഗ്രഹം? യെസ്. Then Dia, what about you? What do you want to become? ടീച്ചർ ആവാനാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ച ആള് വേറെ തന്നെയാണ്, സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ഗ്രാമർ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ അഡ്ജക്റ്റീവ്സ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന സെന്റൻസിലെ ബ്ലാങ്ക്സ് സ്യൂട്ടബിൾ അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. ദാറ്റ്സ് യുവർ ക്വസ്റ്റ്യൻ. എ മൗസ് ഈസ് ഡാഷ് ദാൻ ആൻ എലഫന്റ്. എ മൗസ് ഈസ് ഡാഷ് ദാൻ ആൻ എലഫന്റ്. എ മൗസ് ഈസ് smaller. A mouse is smaller. You can write the smaller. Very good. A mouse is smaller than an elephant. Right. Second one. Mount Everest is the dash peak in the world. Highest. Very good. Right there. Second one, highest. DA എഴുതുന്നില്ലേ മോളെ? ഡിയ തോമസ്. ഞാൻ കാണുന്നില്ല എഴുതുന്നത് മിസ്. എവിടെ എഴുതും? ഷോ മി യുവർ ടെക്സ്റ്റ് ബുക്ക് ഡിയ. കാണുന്നില്ല, നേരെ പിടിച്ചേ. ഓക്കെ, കണ്ടില്ല ഞാൻ. ഓക്കെ, എഴുതണേ, മിസ്സിനെ പറ്റിക്കരുത് ആരും. തേർഡ് വൺ, എ ഹെലികോപ്റ്റർ ഈസ് ഡാഷ് ദാൻ ആൻ എയർപ്ലെയിൻ. എ ഹെലികോപ്റ്റർ ഈസ്, എഴുതിക്കോ, സ്ലോവർ. SLOWER, slower. A helicopter is slower than airplane. Fourth one, Australia is the dash continent. Smallest, not smaller, smallest. SMALLEST, smallest. Fifth one, the Mona Lisa is the dash painting in the world. The Mona Lisa is the dash painting in the world. Most expensive. Eh? Most expensive. Expensive or? Most expensive. Most famous. The Mona Lisa is the most famous painting in the world. Mercury is the dash planet to the sun. Mercury is the dash planet to the sun. Mercury is the closest. You can write the closest. Mercury is the closest planet to the sun. Then, seventh one. 3 men
men in a boat is indeed one of the dash books that I have ever read. 3 men in a boat ഏത് സ്റ്റോറിയുടെ ഏത് സ്റ്റോറി എടുത്ത ബുക്കാ? 3 men in a boat. അതിലത്തെ ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാ? ആൻമരിയ മാത്രമേ ഇവിടെ ഉള്ളൂ. ഒന്ന് മറിച്ചു നോക്കിയേ. പാക്കിംഗ് ഫോർ ദ ജേർണിയുടെ ഹെഡിങ് ഉണ്ടോ? പേജ് നമ്പർ 50 എവിടെ കൊടുത്തിരിക്കുന്ന സ്മോൾ ഡിസ്ക്രിപ്ഷൻ മറിച്ചു നോക്കിയേ. ഫസ്റ്റ്, this hilarious extract is from the book 3 men in a boat. കണ്ട? written by Jerome K. Jerome. അപ്പൊ ഇവിടെ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത്? 3 men in a boat is indeed one of the funniest books that I have ever read. You can write the funniest. Yes. മിസ് ബെസ്റ്റ് എഴുതിയ പ്രശ്നമാണ് മിസ്. ബെസ്റ്റ് എഴുതിയാലും കുഴപ്പമില്ല. Yes. അവിടെ ഒരു ബോക്സിൽ ചെറിയ കാര്യം കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങള്? ബ്ലൂ ബോക്സ് ആണ് മിസ്. ബ്ലൂ ബോക്സ്. അത് ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ അത് ഓർമ്മയുണ്ടാവാൻ വഴിയില്ല. ഓക്കെ, വി ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ആൻമരിയ കട്ടാക്കരുതേ. ഓക്കെ, then take your textbook again. എനിക്ക് ഈ സമയം കളയുമ്പോൾ എനിക്ക് ടെൻഷനാ. ഓക്കെ, ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു മിസ്സേ. ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, ഞാൻ എടുത്തു വെച്ചല്ലോ. യെസ്. Adjectives change in form to show comparison. There are 3 degrees of comparison. അപ്പൊ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കമ്പയർ ചെയ്യുക. ഇപ്പൊ നമ്മളെ അമ്മ പറയും അല്ലേ, അമ്മ എന്ത് പറയും? ഇപ്പൊ ആൻമരിയനോടാണെങ്കിൽ എന്ത് പറയും? ആ ഫെയ്ത്തിനെ കണ്ടുപിടിക്കും അല്ലേ? അവളാണ് ക്ലാസ്സിലെ മിടുക്കൻ ഇല്ലേ? ആ ഷോണിനെ കണ്ടുപിടിക്കുക, ആ ശ്രേയനെ കണ്ടുപിടിക്കുന്നൊക്കെ പറയും. അതൊക്കെ എന്ത് ചെയ്യും? നമ്മളെ കമ്പയർ ചെയ്യുന്നത് അല്ലേ? They compare with others. നമ്മളെ അമ്മമാർ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത് കമ്പാരിസൺ. ഓക്കെ, അപ്പൊ ഇതും അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അഡ്ജക്റ്റീവ്സ് ചേഞ്ച് ഇൻ ഫോം ടു ഷോ കമ്പാരിസൺ. അഡ്ജക്റ്റീവിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ സ്മോൾ എന്നുള്ള ഒരു അഡ്ജക്റ്റീവ്, സ്മോൾ, ടേക്ക് ദ അഡ്ജക്റ്റീവ് സ്മോൾ. ഇനി സ്മോളർ, സ്മോളസ്റ്റ്, 3 ഫോംസ് കിട്ടിയോ? കമ്പാരിസന്റെ 3 ഫോംസ് കിട്ടിയില്ലേ? ടോൾ, ടോളർ, ടോളസ്റ്റ്. ഓക്കെ, മനസ്സിലായോ മക്കൾക്ക്? മക്കളില്ലല്ലോ, ഒരാളല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ ടോൾ, ടോളർ, ടോളസ്റ്റ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. ഓക്കെ, there are 3 degrees of comparison. എത്ര ടൈപ്സ് ഓഫ് കമ്പാരിസൺ ഉണ്ട്? എത്ര ടൈപ്സ് ഉണ്ട്? There are 3 types of comparison. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ പോസിറ്റീവ് ഡിഗ്രി, സെക്കൻഡ് വൺ കമ്പാരിറ്റീവ് ഡിഗ്രി, ആൻഡ് ലാസ്റ്റ് വൺ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് വൺ പോസിറ്റീവ് ഡിഗ്രി, സെക്കൻഡ് വൺ കമ്പാരിറ്റീവ് ഡിഗ്രി, ആൻഡ് തേർഡ് വൺ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പൊ ഇനി ഓരോന്നും എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പോസിറ്റീവ് ഡിഗ്രി is the simplest form of the adjective when no comparison is made. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ എന്താണ്? That is the simplest form of adjective. ഇപ്പൊ ഞാൻ മിസ് നേരത്തെ പറഞ്ഞല്ലോ, സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. അതിലെ സിമ്പിൾ ഫോം ഏതാണ്? സ്മോൾ. That is the simplest form of that adjective. Okay, and positive degree is the simplest form of the adjective when no comparison is made. അവിടെ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നില്ല. She is a small girl. She is a small girl. She is tall. He is a tall boy. അല്ലേ? ഇനി
പറയും? എന്ത് പറയും നമ്മള്? ആൻ മരിയേനെയും ഡിയനെയും വെച്ച് പറയും. നോക്കിക്കോ. ഡിയ ഈസ് സോറി ആൻ മരിയ ഈസ് ടോളർ ദാൻ ഡിയ. ആൻ മരിയ ഡിയനെ കാട്ടിലും ഉയരമുള്ള കുട്ടിയാണ്. ആൻ മരിയ ഈസ് എ ടോൾ ഗേൾ. ആൻ മരിയ ഒരു ഉയരമുള്ള കുട്ടിയാണ്, ഹൈറ്റ് ഉള്ള കുട്ടിയാണ്. പിന്നെ എന്ത് പറയും? ആൻ മരിയ ഡിയയേക്കാൾ ഹൈറ്റ് ഉള്ള കുട്ടിയാണ്. ആൻ മരിയ ഈസ് ടോളർ ദാൻ ഡിയ. നെക്സ്റ്റ്. ശരിക്കും ഓപ്പോസിറ്റ് വരേണ്ടത്. ആണോ? കുഴപ്പമില്ല. എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞു നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ എങ്ങനെ പറയാം? ഡി ആണ് നിന്നെക്കാട്ടിൽ ഹൈറ്റ് കൂടുതൽ. യെസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പറയാം. ഡിയ ഈസ് ടോളർ ദാൻ ആൻ മരിയ. ഡിയ ഈസ് ടോളർ ദാൻ ആൻ മരിയ. ഡിയ ഈസ് എ ടോൾ ഗേൾ. ഡിയ ഈസ് ടോളർ ദാൻ ആൻ മരിയ. ആൻഡ് ഡിയ ഈസ് ദ ടോളസ്റ്റ് ഗേൾ ഇൻ ദ ക്ലാസ്. ലാസ്റ്റ് എന്ത് പറയും നമ്മള്? രണ്ടാളെ മാത്രമല്ല നമ്മൾ കമ്പയർ ചെയ്തത്. പിന്നെ ആരൊക്കെ കമ്പയർ ചെയ്തത്? ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളെയും കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു അല്ലെ? ഡിയ ഈസ് ദ ടോളസ്റ്റ് ഗേൾ ഇൻ ദ ക്ലാസ്. ഡിയ ആരാണ്? ആ ക്ലാസ്സിലെ ഏറ്റവും ഉയരമുള്ള കുട്ടിയാണ്. ഡിയ ഈസ് ദ ടോളസ്റ്റ് ഗേൾ ഇൻ ദ ക്ലാസ്. മനസ്സിലായോ വ്യത്യാസം? അപ്പൊ ഒന്നാമത് പറഞ്ഞത് ഏത് ഡിഗ്രിയാ? പോസിറ്റീവ് ഡിഗ്രിയാ. ഡിയ ഈസ് എ ടോൾ ഗേൾ. ഓക്കെ. സെക്കൻഡ് വൺ, ഡിയ ഈസ് ടോളർ ദാൻ ആൻ മരിയ. കമ്പയർ ചെയ്തു നമ്മള്. ദാറ്റ് ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി. ദെൻ ലാസ്റ്റ് വൺ, സൂപ്പർലേറ്റീവ് ഡിഗ്രി. മിസ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഡിയ ഈസ് ദ ടോളസ്റ്റ് ഗേൾ. മൂന്നാമത്തതായി ടോൾ, ടോളർ, ടോളസ്റ്റ്. മനസ്സിലായോ? മനസ്സിലായോ മോക്ക്? യെസ്. Dia is tall girl. Dia is taller than Anne Maria. Dia is the tallest girl in the class. That's enough for today. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, shall we wind up the class? Yes. ഒന്നും പറയാനില്ലല്ലോ മിസ്സിനോട്? ഇല്ല. ഓക്കെ, then മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്.